ഒത്തിരിയേറെ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയുള്ളൊരു സ്ഥലമാണ് കാഞ്ഞൂർ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരു നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളൊരു പള്ളിയാണ്. ആ ഒരു പള്ളിയുടെ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ വളരെ കുഞ്ഞിലേ മുതൽ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ചെറുപ്പം മുതൽ തന്നെ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ എപ്പോഴും പറയുമായിരുന്നു എബി അച്ഛനാകാനുള്ള ഒരാളാണ് എന്നുള്ള. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ്, പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛന്മാർ, വീട്ടിലുള്ളവർ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തകളൊക്കെ ഉള്ളിൽ തന്നെ കയറി. 2004 ജാനുവരി 1 ഓർഡിനേഷൻ. അതിനുശേഷം കുറേയധികം പള്ളികളിലൂടെ യാത്ര ചെയ്തു. ഒരു 18 വർഷം ഇപ്പോൾ പൂർത്തിയാവുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നീറിക്കോട് പള്ളി, സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, ഈ പള്ളിയിലെ വികാരിയായിട്ടാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 5 വർഷമായി. ഇവിടെ 230ഓളം വീട്ടുകാരാണുള്ളത്. ഇവിടെ ഞാൻ വന്ന സമയത്തായിരുന്നു പ്രളയം വന്നത്. അതിനുശേഷം ചുഴലിക്കാറ്റ് വന്നു. അതിനുശേഷം കൊറോണ വന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ പ്രളയം വന്നു കഴിയുമ്പോഴത്തേക്കും ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാനായിട്ട്, ഇവിടെ ഈ പള്ളി അകം ഉൾപ്പെടെ താമസിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ മൊത്തം ഒരു 100-300ഓളം പേര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സർവീസ് മൈൻഡഡായിട്ട് എല്ലാവരിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ചൈതന്യമുള്ള ഒരു നല്ല പാരീഷാണിത്. ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിലുടനീളം അനുഭവിച്ചിട്ടുണ്ട്. അമ്മയൊക്കെയാണെങ്കിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പ്രായമായി. കൃപയുടെ അനുഭവമായിട്ട് എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം മാറാറുണ്ട്. അപ്പോൾ ഞാൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിതാവ് പറയുന്നത് ഇന്ന 2 മാസത്തേക്ക് ഇന്ന സ്ഥലത്ത് പോയി താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ബസിലിക്കയിൽ കൊച്ചനാണ്. അപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ടായി. വളരെ തിരക്കുള്ളൊരു പാരിഷിൽ നിന്ന് ഈ ഒരു പാരിഷിലേക്ക് വന്ന സമയത്താണ് എൻ്റെ പിതാവ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന അവിടെ അടുത്ത് തന്നെ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് എന്നാന്ന് വെച്ചാൽ എല്ലാ ദിവസവും അപ്പനെ പോയി കാണാൻ പറ്റുന്നു, ശുശ്രൂഷിക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് 2 വീക്സ് എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബിറ്റർ എക്സ്പീരിയൻസസ് ഒരു പക്ഷേ പിന്നീട് ഭയങ്കര ഒരു സ്വീറ്റ്ഫുൾ ആയിട്ടുള്ള മെമ്മറീസായിട്ട് മാറുന്ന ഒരു അനുഭവം. അതെപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് തന്നെ തോന്നുന്നു. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു കുറവാണെന്ന് തോന്നുന്നിടത്ത് അതിനപ്പുറത്ത് വലിയൊരു നന്മയുടെ വശമുണ്ടെന്നുള്ളൊരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടെന്നുള്ളത് നമുക്ക് പിന്നീട് തിരിച്ചറിയാൻ പറ്റുവാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ A to Z നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി ഒരു പെർഫെക്റ്റ് മാനാകാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരു കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്കുണ്ട്. എന്നാൽ പോലും മറ്റുള്ളവർ ഞാൻ വഴി ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒരു സങ്കടം ഉണ്ടാവരുത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അതിതീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തിന് എന്നെ സഹായിച്ചിട്ടുള്ളൊരു വചനമാണിത്. മറ്റുള്ളവരെ ദുഷ്പ്രേരണയ്ക്ക് വിധിക്കുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മോടൊപ്പം ആയി എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ക്രിസ്തു സ്നേഹമാണ്. ക്രിസ്തു എല്ലാവരോടും എങ്ങനെയാണ് ഇടപെട്ടത്, എങ്ങനെയാണ് ദൈവപിതാവിൻ്റെ അഭീഷ്ടം ജീവിതത്തിലൂടെ നിറവേറ്റിയത്, അത് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേതെന്ന് ആണ്. അതുണ്ടെങ്കിൽ തന്നെ മതി നമ്മളുടെ ഈ ലോക ജീവിതം സ്വർഗീയമാകാനായിട്ട്, സുന്ദരമാകാനായിട്ട്.